ഒരു ചെറിയ ഗ്രാമത്തിൽ പട്ടാളം താൽക്കാലിക ക്യാമ്പ് സ്ഥാപിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളെ ചുറ്റിപ്പറ്റി കഥ പറഞ്ഞ ചിത്രമാണ് പട്ടാളം. 2003 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആയിരുന്നു. മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ ടെസ, ബിജു മേനോൻ, ജ്യോതിർമയി, ജഗതി ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ്, ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവരും ഒന്നിച്ചിരുന്നു. മേജർ രവിയും ഈ സിനിമയിൽ ഒരു പട്ടാളക്കാരനായി അഭിനയിച്ചിരുന്നു. പട്ടാളം സിനിമയിലെ ഷൂട്ടിനിടയിൽ മമ്മൂട്ടി വയലന്റ് ആയതിനെക്കുറിച്ച് പറയുകയാണ് മേജർ രവി. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാളം സിനിമയിൽ ഒരു സീനിൽ എന്നെ കൊല്ലുന്നത് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ നിലത്തുള്ള കയറിൽ ചവിട്ടുകയാണ്. ആ സമയത്ത് കാൽ കയറിൽ കുരുങ്ങുന്ന എന്നെ മുകളിലേക്ക് തലകുത്തനെ നിർത്തണം. ഒരാൾ കയറിൽ തൂങ്ങി വന്നിട്ട് എൻ്റെ കഴുത്ത് വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്യുന്ന സമയം മമ്മൂക്ക അവിടെ ഉണ്ടായിരുന്നു. ആൾ റിഹേഴ്സൽ നോക്കിയിട്ട് ഇരിപ്പാണ്. ഇതിനിടയിൽ മമ്മൂക്ക പെട്ടെന്ന് വയലൻ്റായി. ഇത് ഏതെങ്കിലും ഡൂപ്പിനെ വെച്ച് ചെയ്തുകൂടെ, സേഫ്റ്റി ഇല്ലാതെ ഇയാളെ കൊണ്ട് ചെയ്യിക്കണോ എന്ന് പറഞ്ഞാണ് ചൂടായത്. ഉടനെ തന്നെ ലാൽ ജോസ് അങ്ങേര് ചെയ്യുന്നതിൽ മമ്മൂക്കയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ചെയ്യുന്നതൊക്കെ ശരിയാണ്, ആ പോകുന്ന പോക്ക് കണ്ടോ, നട്ടലിനോ മറ്റോ പരുക്ക് പറ്റിയാലോ എന്നാണ് മമ്മൂക്ക മറുപടി പറഞ്ഞത്. അത് ശരിയായിരുന്നു. അത്രയും ബോഡി വഴക്കമില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നട്ടലിന് എന്തെങ്കിലും പറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. നേരെ നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് തല കീഴായി നിർത്തുന്നത് പ്രയാസമാണ്. പക്ഷേ ആ ഷോട്ട് ഞാൻ ഗംഭീരമായി ചെയ്തു, മേജർ രവി പറഞ്ഞു.